Hello, very good morning and welcome to day 10. അപ്പൊ നമ്മള് 10 ദിവസമായിട്ട് മോർണിംഗിൽ മെഡിറ്റേഷന് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. ആസ് ഇഫ് പോട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. അപ്പം ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാൻ ആലോചിച്ചൊരു സംഭവമുണ്ട്. നമ്മള് പണ്ട് കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ളത്. സോ പക്ഷെ നമ്മൾ ചിന്തിക്കാൻ എവിടെയൊക്കെയോ മറന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന തലങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഉമ്മാനോടൊരു മുട്ടായി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉപ്പാനോടൊരു മുട്ടായി കൊണ്ടുവരാൻ പറയുന്ന കുട്ടിത്തം അതെവിടെയോ പോയിട്ടുണ്ട്. അല്ലെ? ആ ഒരു കുട്ടി മുട്ടായി കൊണ്ടുവരാൻ പറയുന്നു. പിന്നെ ആ കുട്ടിയെ കാര്യം വിട്ടു. കുട്ടി ഉപ്പ എനിക്ക് മുട്ടായി കൊണ്ടുവരും, എന്റെ ഉമ്മ എനിക്ക് മുട്ടായി കൊണ്ടുവരും എന്ന് ആലോചിച്ചിട്ട് കുട്ടി വെറിഡ് ആയിട്ടില്ല, സ്ട്രെസ്ഡ് ആയിട്ടില്ല, ഒന്നുമില്ല. കുട്ടി as പറഞ്ഞു, എന്റെ ഉമ്മയപ്പയാണ്, അവരെന്തായാലും എന്ത് ചെയ്യും, കൊണ്ടുവരും എന്നുള്ള ഒരു തോട്ടിൽ ആ കുട്ടിയെ ഒരു കാര്യത്തിനെ വിടുകയാണ് ചെയ്യുന്നത്. ഹിയർ ചില ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ചിലതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന തലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിന്തകൾ നമുക്ക് തന്നെ പ്രശ്നമായി വരുന്ന കുറെ സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ ഇതിന്റെ ഒരു പ്രശ്നത്തിനെ പറ്റി അധികമായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്കതിന് കറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ അല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ അതിനെ എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലല്ലേ ഞാൻ ചിന്തിക്കുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ട്രൈറ്റ് ഫോർവേഡിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടിട്ടുള്ള ഒരു പ്രശ്നം, നിങ്ങളെ നേരെ വരുന്ന ഒരു പ്രശ്നം, അത് ഒരു ലൂപ്പാണ്. അതായത് ഞാനൊരു പ്രശ്നത്തിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സിനെ കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടൂല. പക്ഷെ ഞാൻ ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് സെയിം ഇഷ്യൂ വരുന്ന സമയത്ത്, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി വെൽ. കാരണം ഞാൻ ആ പ്രശ്നവുമായിട്ട് കണക്റ്റഡ് അല്ല. എന്റെ ഫ്രണ്ടിനാണ് പ്രോബ്ലം, അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. ഇവിടെ ഓവർ തിങ്കിങ് എന്നുള്ള ഒരു പാർട്ടിലേക്കാണ് നമ്മൾ എല്ലാവരും കണക്ട് ചെയ്തു പോകുന്നത്. നമ്മളെ ചിന്തകളുമായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം. പക്ഷെ നമ്മളെ കണക്ഷൻ എവിടേക്കോ പോയിട്ട് വെറുതെ ആലോചിച്ചിരുന്നാൽ മതി, അതിനെക്കുറിച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി എന്നുള്ള ആ ഒരു മോഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അത് നിങ്ങളെ ഫോൾട്ട് അല്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ സറൗണ്ട്സിൽ വരുന്ന സംസാരങ്ങളും ബിഹേവിയേഴ്സും ഒക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പം ഉം, നമ്മുടെ ഉള്ളിൽ വരുന്ന പേടികളൊക്കെ പിന്നെ എന്താവും, ചിന്തിച്ച് ചിന്തിച്ച് വേറെ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടാവും. അല്ലെ? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ചില കാര്യങ്ങള് എനിക്ക് ഈ ഒരു സംഭവം എന്നെ മാത്രം എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, എനിക്ക് മാത്രം എന്താ ഈ പ്രശ്നം വരുന്നത് എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ അവിടെ നമ്മുടെ ചിന്തകളാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു റിയാലിറ്റി, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി അവെയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മൾ അവെയർ അല്ല, നമുക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ, അറിയാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്നത്തെ മെഡിറ്റേഷനിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ചിന്തകളുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം. ചിന്തകളെ മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്, അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ ചിന്തകളുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് തരിക. അതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലല്ല, സബ് കോൺഷ്യസ് മൈൻഡിലാണ് പോവുക. കാരണം മെഡിറ്റേഷനിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെഡിറ്റേഷനിലേക്ക് പോവാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു ഷെയർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോർ, അതിന്റെ തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യാം. യു ആർ സോ ഹാപ്പി. പതിയെ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. Again, take a deep breath in, hold on and breathe out slowly. Once more, take a deep breath in, hold on and breathe out slowly.
And വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൺട്രോളിലല്ലാത്ത ഈ ഒരു ബ്രീത്തിനെ നമുക്കിപ്പം ആസ്വദിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശ്വാസം എന്നുള്ളത്. സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഫീൽ ചെയ്തുകൊണ്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ and breathe out slowly. ബ്രീത്ത് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ആൻഡ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നിങ്ങളെ ബ്രീത്തുമായിട്ട് കണക്ട് ചെയ്ത് പോവാം. അലൈൻമെന്റ് എവിടെയെങ്കിലും തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ തോട്ട്സ് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. ആ ഒരു ബ്രീത്തിങ് കോൺഷ്യസ്നെസ്സിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ചിന്തകളെ നോട്ടീസ് ചെയ്യാം. വെറുതെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. നിങ്ങളെ മൈൻഡിനെ ഒരു ബിഗ് സ്ക്രീനായിട്ട് നിങ്ങളെ മുന്നിൽ കാണാം. നിങ്ങളെ മൈൻഡിൽ വരുന്ന ഓരോ ചിന്തകളും ആ ഒരു ബിഗ് സ്ക്രീനിലെ ടൈറ്റിൽസ് ആയിട്ട് അപ്പിയർ ചെയ്ത് അതേപോലെ തന്നെ ഡിസപ്പിയർ ചെയ്തു. നമ്മളെ ടൈറ്റിൽസ് അല്ല, നമ്മളാണ് ആ സ്ക്രീന്. അതിൽ വരുന്ന ഓരോ ടൈറ്റിൽസിനെ വാച്ച് ചെയ്യേ. റിപ്പീറ്റ് ആയിട്ട് വരുന്ന തോട്ട്സ് അതിന് സൈലന്റ് ആയിട്ടൊന്ന് ലേബൽ ചെയ്യാൻ വേണ്ടി നോക്കാം. അത് പ്ലാനിങ് ആണോ, വെറിയിങ് ആണോ, അല്ലെങ്കിൽ ജഡ്ജിങ് ആണോ, എന്താണ് എന്നുള്ളത് ലേബൽ ചെയ്യാം. ലേബൽ ചെയ്യുന്നതോടുകൂടി ആ ഒരു തോട്ടിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു പവർ റെഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പതിയെ നിങ്ങളുടെ ബ്രീത്തിലേക്ക് തന്നെ നിങ്ങളെ കോൺഷ്യസ്നെസ്സിനെ കൊണ്ടുപോകുക. ഇങ്ങനെയാണ് നമ്മളൊരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യേണ്ടത്. നമ്മളെ മൈൻഡിൽ ഇനി എന്ത് ചിന്ത വരുന്ന സമയത്തും ലേബൽ ഇറ്റ്. ഫീഡ് ചെയ്യുന്നതിന് പകരം, തിങ്ക് ചെയ്യുന്നതിന് പകരം ലേബൽ ഇറ്റ്. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റേഡിയോയില് നിങ്ങളുടെ തോട്ട്സ് പ്ലേ ആവുന്നതായിട്ട് കേൾക്കാം. അതിന്റെ വോളിയം കൂട്ടുന്നതിന് പകരം ജസ്റ്റ് ടേൺ ഇറ്റ് ഡൗൺ. വോളിയം കുറച്ച് കുറച്ച് വീണ്ടും കുറച്ച് കംപ്ലീറ്റ്ലി ആ ഒരു വോളിയം ഓഫ് ആവുന്നത് വരെ കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോട്ട്സും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ചെറുതായി വരുന്നത് കാണും. വളരെ ചെറിയ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. ബിക്കോസ് ദാറ്റ് ഗ്യാപ്പ് ഈസ് പീസ്. അവിടെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സമാധാനം ഉള്ളത്. പതിയെ നിങ്ങളോട് ചോദിക്കാം, എൻ്റെ ഈ ചിന്ത എനിക്ക് ഹെൽപ്ഫുൾ ആണോ? ഇഫ് നോ എന്നാണെങ്കിൽ ലെറ്റ് ഇറ്റ് പാസ്. നമ്മളെ മൈൻഡിലൂടെ അതങ്ങനെ ഒഴുകി പോട്ടെ.
നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തോട്ട്സ് പവർഫുൾ ആയിട്ട് അവിടെ നിൽക്കുന്നത്. സോ നമുക്ക് നീഡഡ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക, ആൻഡ് ഇഫ് യെസ് അതിലൊന്നും കൂടെ ചിന്തിക്കുക. ഇങ്ങനെ പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളെ ഹാർട്ട് ബീറ്റിനെ ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, ഓവർ നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങളെ ഈ ഒരു മൊമെന്റിലേക്ക് എത്തിക്കും. സോ whenever you feel overthinking, back to your body, feel your body, feel your breath. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് പറയും, ഐ ഡോണ്ട് നീഡ് ടു സോൾവ് എവറിത്തിങ്. എനിക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കണമെന്നില്ല. ഐ ചൂസ് ക്ലാരിറ്റി ഓവർ chaos. എനിക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. ഐ ക്യാൻ പോസ്. എനിക്ക് ഒരു സ്റ്റോപ്പ് ഇടാം. ഈ ഒരു വേർഡ്സിലൂടെ നിങ്ങൾക്കൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തോട്ട്സ് അല്ല, ആ തോട്ട്സിന് പിന്നിലുള്ള അവയർനെസ് ആണ് നിങ്ങൾ. ആ അവയർനെസ് ആണ് സമാധാനം. ആൻഡ് ഫോർ ദ ലാസ്റ്റ് ടൈം ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങളെ മൈൻഡിൽ ഏത് സമയത്ത് ഓവർ തിങ്കിങ് വരുന്ന സമയത്തും നിങ്ങൾക്കൊരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓവർ തിങ്കിങ് നിങ്ങളെ ലൈഫിലേക്ക് ഇനി വരുമ്പോൾ ജസ്റ്റ് പോസ്, ലേബൽ ആൻഡ് റിട്ടേൺ. So for the last time, take a deep breath in and come back. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, സോറി, കം ബാക്ക്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ അതായത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളിൽ നമ്മളത് ചിന്തിച്ച് അതിന്റെ മറ്റ് തലങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ഈ നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. സോ നിങ്ങളെ മൈൻഡിൽ ഇനി എന്ത് തോട്ട് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്തും ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് ലേബൽ ചെയ്യാം. ഇഫ് ഇതെനിക്ക് നീഡർ ആണോ, അല്ലെങ്കിൽ ഏത് പാർട്ടാണ്, ജഡ്ജിങ് ആണോ, പ്ലാനിങ് ആണോ, ഏത് പാർട്ടാണെന്നുള്ളത് നോക്കുക. ആൻഡ് റിട്ടേൺ ബാക്ക്. നീഡർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ തിങ്ക്. ഇഫ് നോട്ട്, അവിടെ തെറ്റ് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിലൂടെ അതിന് പാസ് ചെയ്ത് പോകാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ സമയത്തും നിങ്ങളെ തോട്ട്സിനെ എടുത്തിട്ട് ലേബൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് അതിനെ എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത്
നിങ്ങൾ ആ ഒരു തോട്ട് എന്ത് ചെയ്യും, വീക്ക് ആയിക്കൊണ്ടിരിക്കും. നീഡഡ് ആയിട്ടില്ല അല്ലാത്ത തോട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, കോൺഷ്യസ്ലി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ നിന്നും റിമൂവ് ആയി പോകുന്നതും കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നതും കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് ഒന്നും കൂടെ ക്വയറ്റർ ആൻഡ് ക്വാളിറ്റി ഉള്ളതാവും. അതേപോലെ നമ്മളെ മൈൻഡ് ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. സോ even whatever happens, wherever you will be, no issue. If you are, if എന്തെങ്കിലും ഒരു തോട്ട് നിങ്ങളെ മൈൻഡിലൂടെ വന്നിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേക്ക് എ പോസ്, ലേബൽ ഇറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് എ പവർഫുൾ ടൂൾ. കാരണം നിങ്ങൾ എത്ര യൂസ് ചെയ്യുന്നോ അതിൻ്റെ ഒരു ഇരട്ടി നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു ടൂളാണ് ഇത്. സോ കീപ് ഇറ്റ് വിത്ത് യു ഫോർ എവർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.